നമസ്കാരം. CPIയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പുകച്ച് പുറത്തു ചാടിക്കാൻ ശക്തമായ നീക്കം. സമ്മേളനത്തോടെ ബിനോയ് വിശ്വത്തിനെ പാർട്ടി പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമായി. ADGP പ്രശ്നങ്ങളടക്കമുള്ള വിവാദങ്ങളുടെ മറപിടിച്ചാണ് നീക്കങ്ങൾ ശക്തമാകുന്നത്. ഇക്കുറിയും ബിനോയ് വിശ്വത്തെ മാറ്റിയില്ലെങ്കിൽ പിന്നീട് അതിന് കഴിഞ്ഞേക്കില്ലെന്ന വിലയിരുത്തലാണ് ഇക്കാര്യത്തിൽ മറുപക്ഷത്തിന് ഉള്ളത്. ADGP വിവാദത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു. K. പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനം എഴുതിയതിനെ വിമർശിച്ച ബിനോയ് വിശ്വത്തോട് മറ്റ് അംഗങ്ങൾക്ക് ലവലേശം യോജിപ്പില്ലായിരുന്നു. എല്ലാവരും വക്താക്കളാകണ്ടെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നത്. പാർട്ടി സെക്രട്ടറിയെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ലെന്നും ആരോഗ്യപരമായ ചർച്ചകളാണ് നടക്കുന്നതെന്നും മന്ത്രി K. രാജനും പ്രതികരിച്ചിരുന്നു. CPI നേതൃത്വത്തിലെ ഭിന്നത നിർവാഹക സമിതി യോഗത്തിൽ മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ADGP വിഷയത്തിൽ പ്രകാശ് ബാബു നിലപാട് പറഞ്ഞതാണ് ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചത്. പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്ന ഘട്ടത്തിലാണ് ADGPയെ മാറ്റണമെന്ന് പരസ്യ പ്രതികരണവുമായി പ്രകാശ് ബാബു രംഗത്ത് വരുന്നത്. ഇതിനു പിറകെ അജിത് കുമാറിനെതിരെ ജനയുഗത്തിൽ ലേഖനമെഴുതിയതും അതൃപ്തിക്ക് വഴിയൊരുക്കി. CPI നിലപാട് പാർട്ടി സെക്രട്ടറി പറയും എന്നായിരുന്നു നേതൃയോഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞത്. എന്നാൽ CPI നിലപാട് സാധൂകരിക്കുകയാണ് പ്രകാശ് ബാബു ചെയ്തതെന്ന് ഭൂരിപക്ഷ അംഗങ്ങളും അഭിപ്രായപ്പെടുകയായിരുന്നു. വിവാദ വിഷയങ്ങളിൽ ബിനോയ് വിശ്വം മൗനം തുടർന്നപ്പോഴൊക്കെ പാർട്ടി വക്താവായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് പ്രകാശ് ബാബു ആയിരുന്നു. ഇതോടെയാണ് എല്ലാവരും പാർട്ടി വക്താക്കൾ ആകേണ്ടെന്ന് ബിനോയ് വിശ്വം നിലപാടെടുക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ്റെ മരണത്തോടെയാണ് സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ നേതൃത്വം നിയമിക്കുന്നത്. കാനത്തിൻ്റെ ആഗ്രഹമെന്ന നിലയ്ക്കാണ് പദവി അന്ന് നൽകുന്നത്. എന്നാൽ പാർട്ടി സമ്മേളനത്തിൽ ബിനോയ് വിശ്വത്തിനെതിരെ മത്സരിക്കാനാണ് എതിർചേരി തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയിൽ അധികാരം പിടിക്കാൻ ഇരുപക്ഷവും ശ്രമിക്കുന്നുണ്ട്. 75 വയസ്സ് എന്ന പ്രായപരിധി ബാധകമായതോടെ പാർട്ടിയിലെ വിമതസ്വരമായിരുന്ന K. ഇസ്മയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇപ്പോഴില്ല. ഇസ്മയിൽ പക്ഷത്തിനാണ് ഇപ്പോൾ എന്തുകൊണ്ടും മുൻതൂക്കം. K. പ്രകാശ് ബാബുവിനെയാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇക്കൂട്ടർ മുന്നോട്ട് വയ്ക്കുന്നത്. ADGPയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ജനയുഗം പത്രത്തിൽ പ്രകാശ് ബാബു ലേഖനമെഴുതിയത് ബിനോയ് വിശ്വം അടക്കമുള്ളവരെ ചൊടിപ്പിച്ചിരുന്നു. ബിനോയ് വിശ്വത്തിൻ്റെ അനുമതിയോടെയാണ് ലേഖനം എഴുതിയത് എന്നാണ് പ്രകാശ് ബാബു നൽകിയിരുന്ന മറുപടി. ജനയുഗമടക്കമുള്ള പാർട്ടി മാധ്യമങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തി എതിർപക്ഷം ബിനോയ് വിശ്വത്തിനെതിരെ പടയൊരുക്കം നടത്തുകയാണ്. പാർട്ടി പദവികളിൽ ഇല്ലെങ്കിലും ഇസ്മയിലെ വിഭാഗീയത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഉയർത്തുന്നത്. പാലക്കാട്ടെ വിമതപക്ഷത്തെ നയിക്കുന്നത് ഇസ്മയിലാണെന്നും ഔദ്യോഗിക പക്ഷം ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്മായിലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതോടെ അദ്ദേഹം ദേശീയ നേതൃത്വത്തെ സമീപിച്ചു. ഇസ്മയിലിനെ ഉൾക്കൊള്ളിക്കാൻ പാർട്ടി നേതൃത്വത്തോടും അതേസമയം വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകരുതെന്ന് ഇസ്മായിലിനോടും CPI ജനറൽ സെക്രട്ടറി D. രാജ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇക്കുറി മത്സരം നടന്നേക്കുമെന്ന സൂചനയാണ് ശക്തമാകുന്നത്.